ഗൈസ് വെൽക്കം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ദാ ഈ കാണുന്ന മത്തങ്ങ കൊണ്ടിട്ടുള്ള മത്തങ്ങ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട മത്തങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിന് ഉപയോഗിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ വലുത്, അതല്ല. ദാ ഈ കാണുന്ന ഈ ഷേപ്പിലുള്ള ഈ ചെറിയ മത്തങ്ങ ഉണ്ടല്ലോ, ഈ ചെറിയ മത്തങ്ങയാണ് നമ്മൾ എടുക്കാൻ. പിന്നെ ഇത് കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പുഴുങ്ങിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്ത മത്തങ്ങയാണ് നമുക്ക് ആവശ്യം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ സ്കിന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് യൂസ് ചെയ്യാം, അല്ല ഈ സ്കിന്നോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇന്നത്തെ മത്തങ്ങ സാൻഡ്വിച്ച്, അതായത് കൊറിയൻ സ്റ്റൈൽ മത്തങ്ങ സാൻഡ്വിച്ച് റെസിപ്പിയിലോട്ട് പോകാം. എൻ്റെ വൃത്തിയുടെ സ്വഭാവമാണ്, എന്ത് സാധനം കിട്ടിയാലും ഞാൻ മണത്ത് നോക്കുന്നത്. ആ സ്വഭാവം ഇതുവരെ എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ മത്തങ്ങയെ ബേക്ക് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 200 ഡിഗ്രിയിൽ ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ഇത്രയും നല്ല സോഫ്റ്റായിട്ട്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റായി ഇതിൻ്റെ സ്കിന്നുണ്ടല്ലോ എനിക്കിങ്ങനെ കൈ കൊണ്ട് പീൽ ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ നല്ലതുപോലെ സോഫ്റ്റായിട്ട് ബേക്ക് ചെയ്ത് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങാറുണ്ടല്ലോ കട്ട് ചെയ്തിട്ട്, അതേപോലെ ചെയ്തെടുത്താലും മതി. പിന്നെ പ്രത്യേകം ഞാൻ പറഞ്ഞു യൂസ് ചെയ്യേണ്ട മത്തങ്ങയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ മത്തങ്ങയാണ്. സാമ്പാറിൻ്റെ മത്തങ്ങയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ചെറിയ മത്തങ്ങയാണ് യൂസ് ചെയ്യുക. ഇനി സാമ്പാറിൻ്റെ മത്തങ്ങ ഉപയോഗിച്ചാലും ടേസ്റ്റ് ഉണ്ടാവുമെന്നോ അറിയത്തില്ല, ഞാൻ ചെയ്ത് നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്ന ഈ ചെറിയ മത്തങ്ങയാണ്. അതിനുശേഷം ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ ലെയറായിട്ട്. ആ സമയത്ത് ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് നല്ലതുപോലെ മാഷ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഹെൽത്തി, അതായത് ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീനും അതേപോലെ തന്നെ നട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ സീഡ്സ് ഉണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ സൺഫ്ലവറിൻ്റെ സീഡ്, തണ്ണിമത്തൻ്റെ മത്തങ്ങയുടെ സീഡ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ചേർക്കാം, കാഷ്യൂനട്ട് ചേർക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ വേറെ എന്താ പറയുക, ചെറിയാണോ അല്ലെങ്കിൽ കാൻബെറി ആണോ, എന്ത് സംഭവമാണ് നിങ്ങളുടെ വീട്ടിലുള്ള അതെല്ലാം നിങ്ങൾ വാരിയിട്ടോളി, ഒരു കുഴപ്പമില്ല. ഇനി ഈ സോസുകളുണ്ടല്ലോ, ഈ സോസുകൾ സത്യത്തിൽ ഓപ്ഷണലാണ്. ഞാൻ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സോസൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ കൊറിയൻ കഫേകളിൽ കിട്ടുന്ന സെയിം സാൻഡ്വിച്ചാണ്. അപ്പോഴത്തേക്ക് അവിടെ ഈ സോസുകളെല്ലാം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ആവശ്യമുള്ള സോസുകളുടെ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ സോസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യാം. ഞാൻ സോസ് ഇല്ലാതെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണിത്. സോസിന് വേണ്ടതെന്ന് പറഞ്ഞാൽ മയണൈസും അതേപോലെ തന്നെ മസ്റ്റാർഡ് സോസുമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ബ്രെഡ്, പിന്നെ ടൊമാറ്റോ, അതേപോലെ തന്നെ ലെറ്റസ്, അതേപോലെ തന്നെ ഒരു സ്ലൈസ് ചീസും വേണം. അതിനുശേഷം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മയണൈസ് നമ്മുടെ ഈ മത്തങ്ങയിലോട്ടിട്ട്, ഇപ്പോൾ ഞാൻ 1 സ്പൂണാണ് ഇവിടെ എടുത്തിട്ടുള്ള, മത്തങ്ങയിലോട്ടിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും അതേപോലെ തന്നെ സീഡ്സ് ഞാൻ എടുത്തു വെച്ചിരുന്ന എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഈ സോസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ മയണൈസിന് പകരം നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് അതിൽ ഇച്ചിരി പോലും ഒരു 2 സ്പൂണ് മിൽക്ക് കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ ഈ മയണൈസ് ചേർക്കുന്ന പോലെ അതേ ഒരു ടേസ്റ്റ് തന്നെ വരും. പക്ഷേ കുറച്ച് വ്യത്യാസം കാണും. അപ്പം മയണൈസിന് വേറൊരു ടേസ്റ്റാണല്ലോ, എന്നാലും ഏകദേശം ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. അതായത് പ്രോട്ടീനും കൂടുതൽ ചേർക്കാൻ പറ്റുമല്ലോ. പിന്നെ 1 സ്പൂണ് ഉപ്പ് ചേർക്കണം. അപ്പോൾ ഉപ്പ് ഒരുപാടല്ല ചേർക്കേണ്ടത്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഉപ്പ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സ്വീറ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് ഇഷ്ടമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ഹണി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗറോ എന്തെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഷുഗറോ ഹണിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്, കാരണം ഞാൻ എടുത്തേക്കുന്ന ഈ മത്തങ്ങ നല്ല മധുരമുള്ള മത്തങ്ങയാണ്. അപ്പോഴത്തേക്ക് വേറെ മധുരത്തിൻ്റെ എക്സ്ട്രാ സ്വീറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തതിന് ശേഷം സോസ് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ മത്തങ്ങയുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമുക്ക് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കഫേയിൽ കിട്ടുന്ന ആ സെയിം രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ആദ്യം തന്നെ ബ്രെഡിൻ്റെ ഒരു സ്ലൈസിൽ നമ്മൾ മസ്റ്റാർഡ് ചേർക്കണം. പിന്നെ മറ്റേ സൈഡിൽ മസ്റ്റാർഡിൻ്റെ സോസ് ചേർക്കണം.
അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മത്തങ്ങ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മത്തങ്ങയുടെ സ്പ്രെഡ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇപ്പോൾ സോസ് ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഈ മസ്റ്റാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ വെറും മയണൈസ് മാത്രം 2 ബ്രെഡിലൂടെ സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി, അതും ടേസ്റ്റാണ്. അപ്പോൾ ഈ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ ചെയ്താലും ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്, അതേപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ മത്തങ്ങയുടെ ഈ കൂട്ടുണ്ടല്ലോ, ഇതിനെ നമുക്ക് ബ്രെഡിലോട്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഒന്ന് ഷെയ്പ്പാക്കി എടുക്കണം. കാരണം നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് കാണാൻ ഭംഗി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തതുപോലെ ഫുള്ള് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെറ്റസ് വെക്കാം. അപ്പം ലെറ്റസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അത്രത്തോളം നിങ്ങൾ വെച്ചാലും കുഴപ്പമില്ല. സാധാരണ കൊറിയൻ കഫേകളിൽ കിട്ടുന്നതിൽ ലെറ്റസ് ഒരുപാട് കാണും, നമുക്ക് ഒറ്റ കടിക്ക് ഒരു സാൻഡ്വിച്ചിൻ്റെ പകുതി കടിക്കാൻ പറ്റത്തില്ല. ആ രീതിയിൽ വലിപ്പത്തിലാണ് ഇവിടുത്തെ സാൻഡ്വിച്ചുകൾ. അപ്പോഴത്തേക്കും എനിക്ക് അത്രയും വലുതായിട്ട് കടിക്കുന്ന ഇഷ്ടമില്ലാത്തത് കാരണമാണ് ഞാൻ കുറച്ച് ലെറ്റസ് എടുത്തത്. നിങ്ങൾക്ക് തോനെ എടുക്കാം, അതായത് ടൊമാറ്റോയൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം ചീസ് വെച്ചു, പിന്നെ ടൊമാറ്റോ വെച്ചു, അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ മറ്റേ ബ്രെഡ് ഉണ്ടല്ലോ അതിലോട്ട് നമുക്ക് ഈ ആ മത്തങ്ങയുടെ ഇതുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതൊന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് ഏറ്റവും മുകളിലോട്ട് വെച്ചിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് സാധാരണ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ സാൻഡ്വിച്ച് ഇങ്ങനെ പൊതിയുന്ന പാക്കറ്റുകൾ കിട്ടും. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിലിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാരണം ഞാൻ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, ഫോയിലല്ല ഈ പ്ലാസ്റ്റിക് റാപ്പ് പേപ്പർ ഉണ്ടല്ലോ, ഈ റാപ്പ് ഉപയോഗിച്ചാണ് ഞാൻ നോർമലി സാൻഡ്വിച്ച് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്, നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയെടുത്താൽ മാത്രം മതി. അടിപൊളിയായിട്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് സാൻഡ്വിച്ചിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ തുടങ്ങാം. സൈഡിൽ നിന്ന്, അതായത് ഇങ്ങനെ കോണിച്ച രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല പകുതിയായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് വരും. പിന്നെ അതേപോലെ തന്നെ ഈ തുറന്ന് നോക്കൂ, ടടേങ്, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സത്യം പറയാം, ഞാൻ എപ്പോഴും ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ഭംഗിയായി ഈ സാൻഡ്വിച്ചിനെ കാണാൻ എന്ന് ഞാൻ ചില സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയായിരുന്നു, എനിക്ക് കഴിക്കാൻ തോന്നത്തില്ല. മഞ്ഞയും അതേപോലെ തന്നെ പച്ചയും വെള്ളയും ചുവപ്പും കളറ് ചേർന്നിട്ട് അടിപൊളിയാണ് കാണാൻ തന്നെ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്ത് സംഭവമാണെങ്കിലും നിങ്ങൾക്ക് ആ മത്തങ്ങയുടെ അതിലിട്ടിട്ട് നിങ്ങൾക്ക് സാൻഡ്വിച്ചായിട്ട് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ പറയൂ ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.